ஆக்கிரி வச்சிருந்தா ஆக்கிரி வியாபாரம் பண்ணுறீங்க இங்கே தானா வெளியிலையா? இல்லை இங்கே தான் பக்கத்தில். இங்கே போகலையா? நீ போகல, இன்னைக்கு காய்ச்சல் அடிச்சதுனால இன்னைக்கு கூட லீவ் போட்டேன். நாளை இருந்து ஆரம்பிச்சிடும். இங்கே நாட்டுக்காரங்க நிறைய ஆள்காரங்க இங்கே ஆக்கிரி வியாபாரம் பண்ணிருக்கோம். அவர்கள் கையில எல்லாம் எடுத்து ஒன்றா சேர்த்து கேட்டி விடும். இங்கே இருந்து கடை இருக்கோ? ஆயூர் കത്തി വേണമെന്നോ? കത്തിരിയാലും പോതുമാ? അല്ല കത്തിരിയാണ്. കത്രിക ഇവിടെ ഉണ്ടായിരുന്നില്ല. എവിടെ സുബഹാന കത്രികയൊക്കെ? മിഷൻ പോലെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് മിഷൻ എങ്ങനെ ലോക്കായിരുന്നേ? എനിക്കറിയാം അതിൻ്റെ എന്തൊക്കെ ഊരി കളഞ്ഞു. നാടൊക്കെ കിടക്കുന്നു അതിനകത്ത് ഊരി കളഞ്ഞ സാധനങ്ങളൊക്കെ. അത് പണ്ടേ ഊരിയതാ. പിള്ളേരെ കൊണ്ട് പറ്റും. ഇനി ഈ മിഷൻ ഞാൻ എങ്ങനെ അഴിച്ച് റെഡിയാക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. വേണ്ട വേറൊരു വീട്ടിൽ നിന്നാലും പൊട്ടിച്ച് കാണിക്കണ്ടേ ഇതൊക്കെ? ராவல் எடுத்தது சிறுது, வெங்காயம் கிட்டியது வல்லுது. வாஞ்சிலே உழப்போல அப்புறத்தை கொடுக்கணும். இது வல்லுன்னு പറഞ്ഞാലേ പയ്യസ് പറഞ്ഞാൽ 300 mm ഉള്ളത്. 300 mm പറഞ്ഞാൽ കറണ്ട്, ഗ്യാസ്, സ്റ്റവ് ഇത് എല്ലാത്തിനും വെച്ച് ഉപയോഗിക്കാനുള്ള വലിയ നോൺ സ്റ്റിക്കിൻ്റെ ദോശകൾ എന്നുള്ളതാണ്. രാവിലെടുത്തത് ചെറുത്, നിങ്ങൾ കിട്ടിയത് വലുത് എന്നുണ്ടല്ലോ. വലിയ നോൺ സ്റ്റിക്കിൻ്റെ ദോശകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും. അത് വേറെ ഇത് വേറെ എന്നുണ്ടോ. ഒന്ന് പിടിച്ചു നോക്കിയെന്നെ, ചുമ്മാ പിടിച്ചു നോക്കും. വെയിറ്റ് എടുക്കാൻ പറഞ്ഞു. ഇത് ഒരെണ്ണം ഇത് ഒരെണ്ണം. ഇതും ഉണ്ട് നല്ല ചേച്ചി. ഇതാകുമ്പോളേ തമിഴ്നാട്ടിൽ പറഞ്ഞ പണിയാരക്കല്ലെന്ന് പറയും. ഇവിടെ ചൊല്ലിയത് ഉണ്ണിയപ്പം ഉണ്ടാക്കണം. നിങ്ങൾ തന്നെ உங்களுக்கு 200 பாக்கியம். நேரத்தை எடுத்தவருக்கு 9 குழி, உங்களுக்கு கிடைச்சது 12 குழி. பிடிச்சு பாருங்க, கையில் பிடிச்சு பாருங்க, கையில் பிடிச்சு பாருங்க. சாதனம் காணாம். அந்த மாதிரி பொருள் கிடையாதுமா. சாதனம் இரும்பு கிடையாது. இரும்பா இருந்தா பைசா தரணும், ஃப்ரீ உங்களுக்கு. காந்தம் இருந்தா விட்டுங்க போகும். இது ஒரு இதுவும் உண்டு. இதுவும் പറഞ്ഞ തമിഴ്നാട്ടിൽ പറഞ്ഞ വാളപ്പച്ചട്ടി, ഇവിടെ പറഞ്ഞത് അപ്പച്ചട്ടി. ഇത് നല്ല പുളിയൊക്കെ ഉള്ളതാണ്. நல்லா കഴിക്കുന്നവർക്ക് 2 അപ്പം കഴിച്ചാൽ മാവ് ഒഴിച്ച് ഇങ്ങനെ കരക്കി കൊടുത്താൽ പുളിയുള്ള അപ്പച്ചട്ടി. ഇത് தெரியும் நான் சொல்றேன். நல்லா பிடிச்சு பாருங்க, காருங்க பிடிச்சு பாருங்க. நல்லா சூப்பரா இருக்கும். நல்லா 1 2 3 ஆச்சா. இதுவும் உண்டு. இது நல்ல இதுவும் உண்டு. இதுவும் പറഞ്ഞ നമ്മൾ തമിഴ്നാട്ടിൽ പറഞ്ഞ വടച്ചട്ടിന്ന് പറയും. ഇവിടെ പറഞ്ഞ കിച്ചൻ കടായി. നല്ല ചിക്കന്, മട്ടണ്, ബീഫ്. ശരിയാ, അടപ്പൊക്കെ ഉള്ളത്. ഇത് ഒരെണ്ണം. മീൻ കറി വെക്കാം, ചിക്കൻ കറി വെക്കാം, മട്ടൺ കറി വെക്കാം, കടല കറി വെക്കാം, കിഴങ്ങ് കറി വെക്കാം. പിടിച്ച് പറഞ്ഞ ഇത് ഒരെണ്ണം സൂപ്പറാக இருக்கும். நல்லா 1 2 എത്രയായി? 1 2 3 4 ആച്ചാ. இதுவும் இதுவும் പറഞ്ഞ കുക്കർ വലിയ നമുക്ക് പിടിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞു மொத்தமாக சேர்த்து ஒரு எல்லாரோட சேர்த்து ஒரு 4 கிலோ வருவியா? എന്താണല്ലോ 4 கிலோ ஆகுമ്പോൾ மொத்தம் 5 கூட்டு சாதனம் உண்டு உங்களுக்கு. 1500 சாதனம் உண்டு. இல்லை, நேரத்தை எடுத்தவங்களுக்கு 3 ஐட்டம் வேமேலைங்க. உங்களுக்கு தான் 5 ஐட்டம் கிடைச்சது ஃபர்ஸ்ட் ப்ரைஸ். 1500 சாதனம் എല്ലാ വീട്ടിലും വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. പിടിച്ചു പാരുക. ഇതെല്ലാം നീ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചെന്തേ തരുമ്പോൾ 10,500. അവിടെ കിടക്കുന്നില്ല, മൂലല് മാലല് അവിടെ ഇവിടെ കിടക്കുന്നത്. ആക്രിയൊക്കെ പോയി വാരിയ ഷാനയുടെ വീട്ടിൽ വിട്ട് അപ്പുറത്തെ പുതിയ പണിന്ന് വേണ്ടത്. എന്തോരം ആക്രികൾ അവിടെ കിടക്കുന്നു. അപ്പൊ ഇതെല്ലാം ചേർത്ത് 1500 സാധനം. നിങ്ങൾ 1500 രൂപ കൂടെ അധികം മുടങ്ങി കഴിഞ്ഞാൽ 3000 രൂപയ്ക്ക് ഈ സാധനം എടുത്ത് കഴിഞ്ഞാൽ 1500 രൂപ ഞാൻ തരും നിങ്ങൾക്ക്. എല്ലാം എനിക്ക് തരുമ്പോൾ എല്ലാ വീട്ടുക്കും ഉപയോഗമുള്ള സാധനം, ആഡംബര സാധനം ഒന്നുമില്ല. എല്ലാമേ 5 ഐറ്റം ഇருக்கு. ചിലവർക്ക് 2 ഐറ്റം,
പിടിച്ചു പോരാ എന്നാ മിക്സി ഉണ്ടോ എനിക്കറിയാം മിക്സി ഉണ്ട് നമുക്ക് മിക്സി തരുന്നുണ്ട് പോയി ഇനി എന്നാ ഉണ്ട് വേറെ എന്നാ ഉണ്ട് வேற என்ன பிடிச்சோடா இந்த செலவுக்கு 3 ஐட்டம் கிடைக்கும் அதுபோல செலவுக்கு 3 பொருள் கிடைக்கும் ഇതില്ല വേറെ എന്നാ ഇലക്ട്രോണിക്സ് ആയിട്ട് എന്നാ ഇருக்கு எலக்ட்ரிக் இல்லை எனக்கு அது இது இதுவா കുക്കർ അത് വിളക്ക് കത്തിക്കുള്ള വിളക്ക് സൈറ്റ് ഏതാவது ഇരുന്നേലും ഞങ്ങൾ കിട്ടിയതിനെ അവിടെ വെച്ചേക്കണം കിട്ടിയതിനകത്തൊന്നും എടുക്കാൻ പറ്റില്ല விளக்கு കിട്ടിയതിനകത്തൊന്നും ഒന്നും തൊടാൻ പാടില്ല அல்ல விளக்கு கூப்பனாத்து எழுதிட்டாங்க വിളക്കിന്റെ കൂപ്പം വേണ്ട ഞങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയതാ இது 5 ஐட்டம் தான் எழுதிருக்கு உங்களுக்கு ഇല്ല അത് നമുക്ക് தெரியல നമുക്ക് എഴുതിയത് നമുക്കുള്ളത് നമുക്ക് ഞറക്കിനകത്ത് കിട്ടിയതാണ് അത് കുക്കർ തുറന്നു വെക്കാതെ കുക്കറിനകത്ത് കിട്ടിയതാണ് இந்த ராவல் எடுத்தவருக்கு விளக்கு இல்லக்கா വേണ്ട രാവിലത്തെ കാര്യം നമുക്കറിയണ്ട உங்களுக்கு விளக்கு உள்படலாம் கிடைச்சிருக்கு അതാണ് கூப்பனாத்து விளக்கு எழுதிக்கலாம் കൂപ്പനകത്ത് വിളക്കല്ലേ പക്ഷെ നമുക്ക് കിട്ടിയ സാധനം എടുത്തതാ. அப்படியா தமாசுல அண்ணன் അതെ தமாசுல கேட்டேன் അമ്മ എന്താ ഒരു இங்க பக்கம் தான் குற்றாலம் வெள்ளச்சாட்டம் ஸ்டீல் குக்கர் சாம்பார் ஒரு வாரம் முன்னாடி அங்க வந்தது நானு. அப்படியா அங்க வந்து அங்க போலீஸ்காரன கேமரா எல்லாம் இடிச்சு போட்டு திரும்பி வந்துட்டாங்க ஐயா லோரியில வந்து லோரி എണ്ണ break അവിടെ பண்ணுவாங்க. വെച്ചിട്ട് சரி இப்படி வரோம் என்ன பாருங்க அங்க வைங்க அது தெரியும் அது விளக்கு உங்களுக்கு கூப்பனை போடலையே 5 பேர் தானே போட்டிருக்கு സാറില്ല അത് നമുക്ക് വിളക്കാ அது കുക്കറിനകത്ത് அங்க இருந்து எழுதாம போகுது அவருக்கு കുക്കറിനകത്ത് കിട്ടിയ സാധനമാണ് അത് എന്നെ എടുക്കാൻ പറ്റും ராவண 2 பேரும் கொடுத்தனே ரெண்டுலயும் விளக்கு இல்ல இருந்து சரி உங்களுக்கு நில விளக்கு உள்பட இருந்திருக்கா അതാണ് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് விளக்கு ചോദിച്ചു பார்ப்போம் விளக்கு உங்களுக்கா இல்ல கம்பெனிக்கான்னு கேட்டு பார்ப்போம் சரி விளக்கு மட்டும் எங்களுக்கு விடு பாக்கி எல்லாம் கம்பெனியா எடுத்துக்கோ சொல்லுங்க വിളക്ക് സോപ്പ് விளக்கு നിങ്ങൾക്ക് என்ன മതി rate வருதோ அது கொடுத்துறதா சொல்லுங்க கொடுக்க மாட்டாங்க கேட்டு பார்ப்போம் நான் ராவண 2 பேரும் கொடுத்து ரெண்டுலயும் விளக்கு இல்ல ஹலோ நமஸ்காரம் இந்த வியாபாரம் எப்படி போயிட்டு இருக்குன்னு தெரியுமா இந்த விளக்குக்காக நம்ம இது மொத்தம் இன்னும் இருக்கும் அவரு பறையும் விளக்கு കൊടുக்க மாட்டாங்க ഇല്ല വിളക്ക് നമുക്കുള്ള അതിന് കുക്കറിനകത്ത് ஹலோ കിട്ടും நமஸ்காரம் ഇല്ല നമ്മളൊന്നും മേടിക്കല இல்லை ഈ സ്ഥലത്തെ പേരെന്താ മുറുക്കുമൻ ആലയിൽ ഹലോ നമസ്കാരം ഇവിടെ ഒരു അണ്ണാവിന് 4 സോപ്പ് എടുത്ത് ഒരു സോപ്പിൽ 5 ഐറ്റം ഉണ്ടായിരുന്നു അതിനകത്തൊരു നില വിലക്കുണ്ട് എങ്ങനെ അവർക്കാ നമുക്കാ അല്ല കമ്പനിക്കാ ആ 50 പെട്ടിയിൽ 4 പെട്ടിയിൽ വിലക്കുണ്ട് അങ്ങനെ കിട്ടിയതാണ് ശരി അപ്പൊ നമുക്കുള്ള സാധനം വാങ്ങുന്നവർക്ക് വിലക്കും ചേർത്ത് കൊടുക്കണം இப்போ ராவில் 2 பேர் கொடுத்து அவரை சாந்த ചേച്ചി ഓമനൊക്കെ എടുത്ത് തൊള്ളൂറ പോന്ന അവർക്ക് വിലക്കൊന്നും ഇല്ലായിരുന്നു കിട്ടിയവർ തന്നെ ഭാഗ്യശാലി അല്ലേ കേട്ടാ ഒരു കാര്യം പറയട്ടുമാ കല്ലെരിക്ക് മരുന്നുണ്ട് കൺകടിക്ക് മരുന്നില്ല വിലക്കെന്ന് പറയുന്നത് വീട്ടിന് ഐശ്വര്യമാണ് ചിലപ്പോൾ ഈ ഭാഗ്യം കൊണ്ട് ഉമ്മാക്ക് 100 ഭാഗ്യം വരാൻ പോകുന്നത് അപ്പൊ 5 കൂട്ട് സാധനമല്ല ഉമ്മാക്ക് 6 കൂട്ട് സാധനമുണ്ട് ഉമ്മ കൈ കൊണ്ട് ഒരു ഭാഗ്യക്കൂർ എടുക്ക് കൺഫേം ആയിട്ട് കിട്ടും ഒരു ഭാഗ്യം കൊണ്ടാണ് ഒരു ഭാഗ്യം കയറി വരുന്നത് 7 എണ്ണ 8 എണ്ണ എടുത്തവർ സത്യത്തിൽ കിട്ടിയില്ല അപ്പൊ അണ്ണൻ തന്നെ മകൻ തന്നെ 2 സോപ്പ് എടുത്തില്ലേ 2 പൊടിച്ച് 2-ലില്ല ഉമ്മ പൊടിച്ച സോപ്പിലാണ് കിട്ടിയത് ചിലപ്പോൾ ഈ ഭാഗ്യം കൊണ്ട് 100 ഭാഗ്യം വരുമായിരിക്കും അത് വിലക്ക് ഞാൻ കണ്ടില്ല ഉമ്മ കുഞ്ഞ വില അവള് മോള വില കണ്ടത് ചിലപ്പോൾ ഈ ഭാഗ്യം കൊണ്ട് നമുക്ക് 200 ഭാഗ്യം ഉറപ്പായിട്ട് വരും അപ്പൊ 5 കൂട്ട് സാധനമല്ല വില കൊടുക്കണേ മൊത്തം 6 ഐറ്റം ഉണ്ട് എല്ലാം നിങ്ങൾക്ക് മൊത്തം 6 ഐറ്റം ഉണ്ട് സൂപ്പർ 5 ഉള്ളു ഐറ്റം 6 ഐറ്റം ഉണ്ട് അല്ലാതെ ഈ ഭാഗ്യം കൊണ്ട് 200 ഭാഗ്യം കയറി വരട്ടെ ഉമ്മാക്ക് ഭാഗ്യക്കൂറി ഇടുക കൺഫേമായിട്ട് കിടക്കാം ഒരു ഭാഗ്യം കൊണ്ടുதான் ഒരു ഭാഗ്യം കയറി വരുന്നത് അങ്ങോട്ട് വെച്ചോ ഇത് ഒരു ഭാഗ്യം കൊണ്ടുதான் ഒരു ഭാഗ്യം കയറി വരും ഭാഗ്യം അങ്ങോട്ട് വെച്ചാണ് എനിക്ക് കൈ വയ്യാത്ത കൈ வச்சிருங்க எத்தனை குழந்தைகளம்மா உங்களுக்கு நிறைய குழந்தைகள் வீடு நிறைய குழந்தைகள் அண்ணன் மூத்ததா இந்த அண்ணனுக்கு 2 குழந்தை இந்த நேரத்தை இங்க வந்த பொண்ணுக்கு 2 குழந்தை எனக்கு 2 குழந்தை அது இது ஒரு குழந்தை உள்ள ஒரு குழந்தை உங்களுக்கு ஒரு ஆணும் ஒரு பொண்ணு இல்லையா അതെ ஒரு வரவு ஒரு செலவு അത്ര ഒരു വരവ് ഒരു ചെലവ് അത് തന്നെ അങ്ങനെ ചെലവ് ഒരു வரவு ஒரு செலவு ஒரு பாக்கிக்கு ஒரு இடம் கன்ஃபார்ம் ஆயிட்டு കോടി കിട്ടില്ലെങ്കിലും കടം തീരാനുള്ള ഭാഗ്യം ഉറപ്പായിട്ട് അടിക്കും കടം തീർത്താൽ മതി ഒരു കടം തീർത്ത ഒരു സ്വന്തമായിട്ടൊരു വീടും മതിയാണ് അത്ര ആഗ്രഹമുണ്ട് ഇത് വാടക വീടാ நீங்க என்ன தொல்லூர் போவீங்களாம்மா ഞാൻ ഒന്നിനും പോകുന്നില്ല അണ്ണാ தொல்லூர் பிள்ளை அண்ணன் தான் வேலைக்கு போனா அண்ணா அந்த சின்னதா அது இது பாக்ஸ் விசில் பாக்ஸ் இப்போ உங்களுக்கு 5 எல்லாம் 6 ஐட்டம் ഉണ്ട് சரி
பூப்பெல்லாம் 5 தான் போட்டிருக்கேன், ஐட்டம் 6 ஐட்டம் இருக்கு. ஒரு பாக்கி கூறு எடுங்க, கன்ஃபார்ம் ஆகிட்டு கிடைக்கும். இருக்குல்ல இருக்கு. போட்டு கொண்டு வரணும். தமிழ் தெளிவாக பேசுறீங்களா நீங்கள்? நான் தமிழ்நாட்டு தான், நான் ஆக்கிரி காய்ச்சலக்காரன் தானே. இல்லை ஆக்குறதுனால ஒரு பாக்கி கூறு எடுங்க அண்ணன், கன்ஃபார்மாக எனக்கு பாக்கி குடி எல்லாம் தேவையில்லை. கண்டிப்பாக கிடைக்கும், உங்கள் எழுத்து கிடைக்கும். எனக்கு இந்த ஆக்கிரியே பாக்கி குடி தான்.